ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളെന്നുള്ളത് ജോധ്പൂരിലാണ്, രാജസ്ഥാനിൽ. ഇവിടെ വന്നിരിക്കുന്ന പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ നാഷണൽ മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട്. ഇത് ഹ്യുണ്ടായുടെ പുതിയ റിഫ്രഷ് ചെയ്ത് വന്നിരിക്കുന്ന ക്രെറ്റയാണ്. കണ്ടാൽ പുതിയ വണ്ടിമാർ തോന്നിക്കുന്ന രീതിയിൽ റിഫ്രഷ് വന്നിട്ടുണ്ട്. അതൊരു ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് പുതിയൊരു വണ്ടിയായിട്ട് തോന്നിക്കും. ആ ഒരു മാറ്റങ്ങളും എങ്ങനെയുണ്ട് വണ്ടിൻ്റെ പെർഫോമൻസ് എല്ലാം നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഹ്യുണ്ടായി ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചേഴ്സാണ് ഹ്യുണ്ടായി. ഒരു കൊറിയൻ ബ്രാൻഡാണെങ്കിൽ കൂടി ഇന്ത്യക്കാരുടെ പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നാറില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ബ്രാൻഡ് അംബാസിഡറായി നിൽക്കുന്നത് കിങ് ഖാനായിട്ടുള്ള ഷാറുഖ് ഖാൻ തന്നെയാണ്. അന്ന് തുടക്കം മുതൽ തന്നെ ഷാറുഖ് ഖാൻ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയതാണ്. ആ തുടങ്ങിയത് സാൻട്രോ വെച്ചിട്ടാണ്. അന്ന് ഇന്ത്യക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാറായിരുന്നു സാൻട്രോ. ഇന്ന് ഇന്ത്യക്ക് അതേപോലെ തന്നെ ആവശ്യമുള്ളൊരു വണ്ടിയാണ് ഒരു SUV സെഗ്മെൻറ്റ്. കാരണം പല സെഗ്മെൻറ്റിലും ഹ്യുണ്ടായുടെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു മോഡൽസ് നോക്കുമ്പോൾ നമുക്കറിയാം ആ സെഗ്മെൻറ്റ് സാധാരണ ഇന്ത്യയിൽ വളരാറുണ്ട്. സാധാരണ ഒരു സബ് 4 മീറ്റർ ഒരു SUV ഒരു കാലഘട്ടത്തിലായിരുന്നു ആക്ച്വലി നമ്മൾ നിന്നിരുന്നെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നത് ഹ്യുണ്ടായുടെ ക്രെറ്റ വന്നതോടുകൂടിയിട്ടായിരുന്നു 2015. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു, പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നു. ആ സെക്കൻഡ് ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റാണ് നമ്മളിപ്പോൾ ഇന്ന് ഓടിക്കുന്ന ഈ ഒരു മോഡൽ. ഈ മോഡൽ വരുമ്പോഴും ഹ്യുണ്ടായിട്ടായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിസൈനിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ സേഫ്റ്റി നോംസിലാണെങ്കിലും എൻജിൻ ഓഫറിങ്സിലാണെങ്കിലും എല്ലാം തന്നെ ഹ്യുണ്ടായി അവരുടെ ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവന്നു. അത് ആക്ച്വലി നമ്മളെ മാർക്കറ്റിന് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന പുതിയ ക്രെറ്റയുടെ ഡ്രൈവാണിത്. ഇതിൽ നമുക്ക് ആക്ച്വലി 2 വേരിയൻസ് ഡ്രൈവ് ചെയ്യാനുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് നമ്മൾ പെട്രോൾ 1.5 ലിറ്റർ ടർബോ മോഡലായിട്ടുള്ള 7 DCT ഗിയർ ബോക്സ് വരുന്നതും, അതുപോലെ തന്നെ ഡീസൽ നമ്മൾ ഓടിക്കുന്നുണ്ട്. ഈ 2 എക്സ്പീരിയൻസ് ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഈ ഒരു എമറാൾഡ് ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് വേറെ പേരാണ് ഹ്യുണ്ടായി പറഞ്ഞത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും ഗ്രീനായി തോന്നി. ഈ കളറിൽ നമുക്ക് ഈ റിഫ്രഷ് ചെയ്ത് ക്രെറ്റൻ്റെ ഫേസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ മാത്രം കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നേരിട്ടൊന്ന് കാണേണ്ടി വരും. എനിക്ക് ആദ്യമുള്ള അനുഭവം ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല, പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ഈ ഒരു മാറ്റം ആക്ച്വലി ഹ്യുണ്ടായിൽ ആദ്യമായിട്ടില്ല. വെന്യൂയുടെ ചേഞ്ച് വന്നപ്പോൾ വെന്യൂ ഇതേപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഇതിലും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. വലിയ ബ്ലോക്കോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. ശരിക്കും ഫ്രണ്ട് മൊത്തം ഗ്രില്ല് എടുത്ത പോലെയാണ്. മേലെ നിന്ന് താഴെ വരെ കണ്ടിന്യൂ ഉണ്ട്. എയർവെൻ്റെ ഭാഗം കൂടെ കൂടി ചേർന്നിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ പറഞ്ഞത്. അതാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റായിട്ട് നിൽക്കുന്നത്. 2 ഇൻവേർട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അതിന് കണക്ട് ചെയ്യുന്ന ഒരു ലൈറ്റും ആണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എലമെൻറ്റ്. പിന്നെ ആ ഒരു എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന പോകുന്നത് ഈ ഒരു ചെറിയൊരു 3 ഡോട്ടിലാണ്. അത് ആക്ച്വലി ഇൻഡിക്കേറ്റേഴ്സാണ്. അത് മെട്രിക്സ് ടൈപ്പ് ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. താഴെ ലൈറ്റ് വന്നിട്ടുണ്ട്, ബ്ലോക്കായി നിൽക്കുന്ന ലൈറ്റ്. നേരത്തെ അങ്ങനെ തന്നെ ബ്ലോക്കായി നിന്നിരുന്നു. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് കോഡായിട്ടുള്ള ലൈറ്റ്. കോഡ് എന്ന് പറയുമ്പോൾ 4 2 പോർഷനായിട്ട് ഒരു സൈഡിലും 2 പോർഷനായിട്ട് മറ്റേ സൈഡിലും LED വന്നിരിക്കുന്നത്. ഇവിടെ ബ്ലോക്കായി നിൽക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു SUVയുടെ ക്യാരക്ടർ ലഭിക്കുന്ന രീതി തന്നെയുള്ള ഈ ഒരു കളറ് ഒരു ഡാർക്ക് ഗ്രീനാണ്, എമറാൾഡ് ഗ്രീൻ. അത് പക്ഷേ ബ്ലാക്ക് ആയിട്ടും തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കുഴപ്പം വെച്ചാൽ ഈ ബ്ലാക്ക് എലമെൻസും നമുക്കിതിൽ എടുത്ത് കാണിക്കുന്നില്ല. അത് മറ്റേ കളറിൽ കാണുമ്പോൾ ശരിക്കും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഹുഡ്, അതായത് ബോണറ്റും കുറച്ച് മാറിയിട്ടുണ്ട്. ബോണറ്റിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പല്ല, ഇതിപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഇതിന് മാച്ച് ആവുന്ന രീതിയിൽ കുറച്ച് ബ്ലോക്കി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ ശരിക്കും കാണാം ഫ്രണ്ടിൽ നിന്നേക്കാളും. പിന്നെ ഈ ലൈൻസ് കൂടി ചേരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ് പുതിയ ക്രെറ്റയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിൽ. സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ പഴയ ക്രെറ്റ ഓർമ്മയാവും. കാരണം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു വീൽ ആർച്ച് വന്നിട്ടുണ്ട്, റിയറിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിലൗട്ടെല്ലാം പഴയ പോലെ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. താഴെ വന്നിരിക്കുന്ന ലൈനെല്ലാം സെയിം ആണ്. വേറെ റൂഫ് ലൈൻ വരുന്നുണ്ട്. ആ ഒരു റൂഫ് റെയിലും അതുപോലെ തന്നെ ഈ ഒരു ലൈനും എല്ലാം തന്നെ മാച്ചായി നിൽക്കുന്നുണ്ട്. ഇത് പഴയ പോലെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഔട്ട്ഡേറ്റ് തോന്നുന്നില്ല. കുറേ കൂടി ഒരു പ്രീമിയം SUV ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ വന്നു ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്ന നല്ല അട്രാക്റ്റീവാണ്. റിയറിലേക്ക് വരുമ്പോഴും ഈ ഒരു ചെറിയൊരു ബമ്പായിട്ട് നിൽക്കുന്നതും ആ ഒരു ഫോർമേഷനും അട്രാക്റ്റീവാണ്. സി പില്ലറിൻ്റെ ഡിസൈനാണ് മറ്റൊരു അട്രാക്ഷൻ. ഇതെനിക്ക് വെലാറിനല്ല ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈൻ ഫാക്ടറെല്ലാം വന്നിട്ടുണ്ട്. റിയറിലെ കുറച്ച് മാറ്റങ്ങളുണ്ട്. റിയറിൽ തന്നെ നോക്കാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഈ ഒരു ഷേപ്പിൽ നിൽക്കുമ്പോഴും ഇത് മെയിൻ കോമ്പറ്റീറ്ററായി നിൽക്കുന്ന ഒരു സിസ്റ്റർ ബ്രാൻഡായിട്ടുള്ള കിയ സെൽത്തോസ് തന്നെയാണ്. അപ്പോൾ സെൽത്തോസിനാണെങ്കിലും ക്രെറ്റയ്ക്കാണ് 2 ഡിസൈൻ ഫിലോസഫിയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടും മാച്ചിങ് അല്ല, പക്ഷേ ആ മാച്ചിങ് അല്ലാത്തതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ.
രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള ഫാൻ ഫോളോയിങ്സ് ആണുള്ളത്. അപ്പോൾ ഈ ക്രെറ്റ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അത് വളരെ ഇഷ്ടപ്പെടും. ഇനി സെൽത്തോസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നുള്ള കമൻറ്റ്. ഫ്രണ്ടും റിയറും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ശരിക്കും ഫ്രണ്ടിൽ റിയറിന് മാത്രം വണ്ടി ഉണ്ടാകുന്നത് പുതിയ വണ്ടിയായി തോന്നിക്കും. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തായാലും റിയർ റീവർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വന്നെങ്കിൽ ടെയിലായിട്ട് മാറി, കണക്റ്റഡ് ആയിട്ടുള്ള ടെയിലായിട്ട് ഫ്രണ്ടിൽ ആ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പോലെ ഇൻവേർട്ടഡ് ഡിസൈൻ കൊണ്ട് കൊണ്ടുവന്നു. ഇവിടെ ആക്ച്വലി ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ റീസെൻ്റ്ലി സോണറ്റിൽ കണ്ട പോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ഇവിടെ മാത്രമേ സെൻട്രലി ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ബമ്പറിൽ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ബ്ലോക്ക് എലമെൻറ്റ്സ് കൊണ്ടുവന്നു. അത് അതിന് മാച്ച് ചെയ്യുന്ന റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബൂട്ട് ലിഡ് കംപ്ലീറ്റ്ലി മാറി. ഇവിടെ സ്പോയിലർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ ഒരു ലൈറ്റ് ബാർ വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് ബാർ. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ പോലെയാണ്. നമ്മൾ സാധാരണ പറഞ്ഞാൽ പോർഷനിലെല്ലാം കണ്ട രീതിയിലുള്ള ഒരു ഗ്ലാസ് പോർഷൻ്റെ ഉള്ളിലാണ് ഈ ലൈറ്റും ലോഗോ എല്ലാം വരുന്നത്. നമ്പർ പ്ലേറ്റ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലോഗോസ് എല്ലാം വന്നു. ഈ ബ്ലാക്ക് എലമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു കളറിൽ എടുത്ത് നിൽക്കാത്തതാണല്ലോ. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ ലഗേജെല്ലാം വെച്ചിട്ടും ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വലിയ ബൂട്ട് സ്പേസാണ്. അത്യാവശ്യം യാത്ര ചെയ്യുന്നതുകൊണ്ട് വലിയ ബാഗെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇതെല്ലാം വെക്കാവുന്ന സ്ഥലമുണ്ട്. 433 ലിറ്റർ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇനി സീറ്റ് ഫോൾഡ് ചെയ്ത് തന്നെ അതിൽ കൂടും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു വീക്കെൻഡ് ലഗേജ് എല്ലാം ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബൂട്ടാണ്. ഇത്രയും കാണുമ്പോൾ പുതിയ ക്രെറ്റയുടെ ഒരു മാറ്റം ഡിസൈനിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പറയാം കമൻറ്റിലൂടെ. എന്തായാലും ഇനി നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട. നമുക്കിനി ഇന്ത്യയിൽ നോക്കാം. പുതിയ ക്രെറ്റയിൽ 3 എഞ്ചിൻ വേരിയൻസ് ഉള്ളത്. അത് 3ഉം 1.5 ലിറ്ററാണ്. ഒന്ന് 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ, അതുപോലെ തന്നെ 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിൻ. ഇതിൽ ഔട്ട്പുട്ട് വരുന്ന പെട്രോളിന് 114 PS അതുപോലെ തന്നെ 153 Nm ടോർക്കുമാണ്. ഡീസലിന് 116 PS അതുപോലെ തന്നെ 250 Nm ടോർക്കുണ്ട്. എന്നാൽ 1.5 ലിറ്റർ ടർബോ പെട്രോൾ വന്നിരിക്കുന്നത് 160 PS അതുപോലെ തന്നെ 253 Nm ടോർക്കുമാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പെട്രോളാണ്, 1.5 ലിറ്റർ ടർബോ പെട്രോൾ. ഇതിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. ഡീസലിനാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലും ഉണ്ട്. അതേപോലെ തന്നെ നോർമൽ 1.5 പെട്രോളിന് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് IMT ഗിയർ ബോക്സാണ് ഓപ്ഷനിലുള്ളത്. ഏറ്റവും ബെസ്റ്റ് പവർഫുൾ വേരിയൻ്റായി നിൽക്കുന്നത് ഈ ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോളാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രാക്ടിക്കലായി തോന്നിയിട്ടുള്ള 1.5 ഡീസലുമാണ്. ഈ 2 മോഡൽസ് ആയിരിക്കും ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. നമ്മളിന്ന് രാവിലെ തന്നെ ഡ്രൈവ് തുടങ്ങിയൊരു ഓഫ് റോഡിലായിരുന്നു. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒരു റിസോർട്ട് എന്ന് പറയാം, പക്ഷേ ഫുള്ള് ടെൻ്റാണ്. അതൊരു ഡെസേർട്ടഡ് ഏരിയ, പക്ക നമ്മൾ താർ ഡെസേർട്ടിന് തുടക്കമാണ്. അവിടേക്ക് പോകുന്ന വഴിയെല്ലാം ഇങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുന്നത് ഇവിടുന്നാണ്. പക്ഷേ ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല വീഡിയോ കാണാൻ. നമുക്ക് ഹൈവേ എത്തിയിട്ട് ടോക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഉള്ള ജോധ്പൂരിലാണ്. നമുക്ക് ഇന്നലെ മുതൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ എത്തി, ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നു. കോഫി ബ്രേക്കിനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ പോയി. ഇത് മോണിറ്റർ ചെയ്തിട്ട് പറഞ്ഞ കോഫി ബ്രേക്ക് എടുക്കാൻ. നമ്മളിപ്പോൾ ഓടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാണല്ലോ. അപ്പോൾ അതിന് മാത്രമുള്ള സമയമായിട്ടില്ല. എനിവേ അപ്പോൾ ഇന്നലെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ചുമലുണ്ട്, ഇന്നലെ ഷൂട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടുവെച്ച നല്ല സ്പോട്ടിലെല്ലാം ഓരോരുത്തർ പോയി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവസാനം എത്തിപ്പെട്ടാണ് നമ്മളിപ്പം ഷൂട്ട് ചെയ്ത സ്ഥലം. അതാണ് ഓഫ് റോഡിൽ തുടങ്ങിയത് നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തി, ഡ്രൈവ് തുടങ്ങി. ആദ്യം നമുക്കൊന്ന് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമ്മൾ രാജസ്ഥാനിലുള്ള ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ ഇവിടെ പകൽ ഇങ്ങനെ ചൂടും ഉണ്ടാവും, വെയിലും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെട്ടെന്ന് തണുപ്പാവും, നല്ല തണുപ്പായി മാറും ചെയ്യും. രാവിലെ ആ തണുപ്പിൻ്റെ ഇതിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്, അത് ജാക്കറ്റിലിട്ടിരുന്നു. ഇപ്പം ചൂടാകാൻ തുടങ്ങി. അധികം സമയമൊന്നും ആയിട്ടില്ല, 9:30-9:15 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല ഉച്ചകാലത്ത് ചൂട് തുടങ്ങുന്നുണ്ട്. പറയുമ്പം അത് ജാനാണ്. ജാൻ ഫെബ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പക്കാ വിൻ്ററാണ്. പലപ്പോഴും ഞാൻ ജയ്സൽമീറും ജോധ്പൂരിലെല്ലാം വന്നിട്ട് വിറച്ചോയ സമയമുണ്ട് ഈ തണുപ്പിനെ കൊണ്ട്, ഈ ഒരു ജാൻ ഫെബ് സമയത്തെല്ലാം. എന്നാലും ഇത്തവണ കുറച്ച് വിൻ്റർ ലേറ്റ് ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊക്കെ തണുപ്പ് കൂടുമായിരിക്കും. ആ തണുപ്പും ചൂടിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാബിനാണ് എന്തായാലും നമുക്ക് ഉണ്ടായി നൽകിയിട്ടുള്ളത്.
പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ നല്ലോണം റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോലെ തന്നെ ഫ്രണ്ട് റിയർ പോലെ തന്നെ നല്ലൊരു മാറ്റമുണ്ട്. ഈ പഴയതായിട്ട് തോന്നുന്ന ആകെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് മാത്രം നമുക്ക് പഴയതായിട്ട് തോന്നുന്നുള്ളൂ. പഴയതെന്നാൽ മോശമല്ല പറയാം, പണ്ടൊന്നും കാര്യമില്ല. പക്ഷെ ഡാഷ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. ഒരു പ്രീമിയം കാറിൻ്റെ ഫീൽ. അതും ഇതേപോലെ നേരത്തെ ഫോട്ടോ കണ്ട പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു കേർവ് ഉണ്ട് ഈ സ്ക്രീനിന്. ഒറ്റ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 2 സ്ക്രീൻ ഫ്യൂസ് ചെയ്ത് മുമ്പ് നമ്മൾ ഫസ്റ്റ് എസ് ക്ലാസ്സിലെല്ലാം കണ്ട തരത്തിലുള്ള ഒരു സ്ക്രീനാണുള്ളത്. അപ്പോൾ ആ ഒരു സ്ക്രീന് തന്നെ ഒരു പ്രീമിയം എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്ന ഓരോ മോഡ് അനുസരിച്ചിട്ട് അതിൻ്റെ ലുക്കും ഫീലെല്ലാം മാറും. ഇവിടെ ഇൻഫർടൈൻമെൻ്റ് ആണെങ്കിലും എല്ലാം അപ്ഡേറ്റഡ് ആണ്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ്. കാരണം ഹ്യുണ്ടായിലും കിയയിലെല്ലാം കണ്ട ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ലേഔട്ട്സിലുള്ള കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഗുഡ്. വളരെ കണക്റ്റീവ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്പിൾ കാപ്ലേ. ഇതാണ് വേറെ നോയ്സൻസ്. ഇവിടെ ഉള്ളൊരു ബോർഡുണ്ട്, സൈൻ ബോർഡ്. അതിലിപ്പോൾ കുട്ടികളെ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ബോർഡിലുള്ള ആ ഒരു സൈൻ ബോർഡ്. ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ പല സ്ഥലത്തും ഈ ഒരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഹ്യുണ്ടായിലും അതുപോലെ തന്നെ കിയയിലും കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ഓഫ് ചെയ്ത് വെച്ചാൽ അത് ഓണാവും. എനിവേ, ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. ആപ്പിൾ കാപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയിലും കണക്ട് ചെയ്യാൻ പറ്റും. വൺ അഡ്വാൻറ്റേജ് ആയി സീൻ, ഇത്രയും ഒരു വലിയൊരു സ്ക്രീനെല്ലാം കൊണ്ടുവന്നെങ്കിലും അവർ ആ ഒരു അനലോഗ് ഫീൽ ബേസിക്കലി ആ സ്വിച്ചസ് എല്ലാം തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കൺട്രോൾസും നമുക്കിവിടെ താഴെ സ്വിച്ചിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. റേഡിയോ, മീഡിയ എല്ലാം തന്നെ സ്വിച്ചിൽ തന്നെ ഉള്ളത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി സോണറ്റിൽ കണ്ടു, അത് ടച്ച് ആയിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ഫാക്ടറും ഉണ്ട്. അപ്പം കുറച്ചുകൂടിയും ഒരു എൽഡർലി ആളുകളും അതുപോലെ തന്നെ മിഡ് ഏജ് ആളുകൾക്കെല്ലാം ഈ ഒരു സ്വിച്ച് ഉണ്ടാകുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ AC കൺട്രോൾസ് എല്ലാം നോബിലുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ 2 AC സോൺസ് സെറ്റ് ചെയ്യാൻ പറ്റും. 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വോയിസും ട്യൂണിങ് എല്ലാം തന്നെ നോബിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ അനലോഗായിട്ട് സ്വിച്ചായിട്ട് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്ക്രീനിൻ്റെ സ്വിച്ചിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലൈനിലാണ് എയർ വെൻറ്റ് കൊള്ളിച്ചുള്ളത്. അതും നല്ല നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോമിനേറ്റ് നിൽക്കുന്ന സ്ക്രീൻ ആയി കഴിഞ്ഞാൽ അവിടെ ഡാഷ് വെറുതെ വിടാതെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു അലുമിനിയം ബീഡിങ് കൊടുത്ത് ഇതെല്ലാം അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. താഴെ എയർ വെൻറ്റ് ഇങ്ങനെ പോയത് ആ സ്ഥലത്ത്, അത് ആ എയർ വെൻറ്റ് പോകുന്ന ഫ്ലോയിൽ തന്നെ പാസഞ്ചർ സൈഡിൽ നമുക്ക് ഒരു ഗ്രിപ്പോട് കൂട്ടിലൊരു സ്പേസ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലാണ്. ഇപ്പുറം ഒരു മാഗ്നറ്റ് ഹോൾഡർ ഉണ്ട്. അത് ഒരു ഫോട്ടോയിൽ കാണിച്ചു നമ്മൾ ഫാമിലി ഫോട്ടോയിലാണെങ്കിൽ നമുക്ക് ചെറിയ മാഗ്നറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഫോൺ വെക്കാൻ നോക്കി, മാഗ്നറ്റ് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് നിൽക്കാൻ മാത്രമുള്ള പവറില്ല. അപ്പോൾ അതുകൊണ്ട് വീണു പോകും. പിന്നെ ബാക്കിയെല്ലാം തന്നെ നേരത്തെ നമ്മൾ ക്രെറ്റയിൽ കണ്ട ഒരു ഡാഷ്ബോർഡ് കൺസോളാണ്. അപ്പോൾ ഈ ബീപ്പ് ചെയ്തത് ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോഴും അഡാസ് ഫീച്ചറിലാണ്. അപ്പം അതും അതിൻ്റെ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പം ഇവിടെ ഏതായാലും സെൻട്രൽ കൺസോളിൽ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ആ ഒരു ഡ്രൈവ് മോഡ് സെലക്ഷൻ്റെ നോബും അതിൻ്റെ താഴെയായിട്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഈ DCT ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഗിയർ സെലക്ഷൻ ലിവർ അത് നമ്മൾ കുറച്ച് പ്രീമിയം കാറിൽ കണ്ടുമ്പോൾ കയ്യിൽ വെക്കാവുന്ന രീതിയിലുള്ള, അപ്പം നമ്മൾ ചിലർക്ക് ചില ഹാബിറ്റ്സ് ഉണ്ടോ ഇങ്ങനെ വെച്ച് ഓടിക്കുന്നത്, അതിന് പറ്റും. ഇവിടെ തന്നെ നമുക്ക് സീറ്റ് കൂളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അതും നല്ല എഫക്റ്റീവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. സീറ്റ് ഡിസൈൻ നോക്കുകയാണെങ്കിലും സീറ്റും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിസൈനാണ്. ഒരു വൈറ്റിഷ് ഒരു ഗ്രേ ആണ്, ലൈറ്റ് ഗ്രേ ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഡുവൽ ടോണാണ് വന്നിരിക്കുന്നത്. ലെതറൈറ്റ് സീറ്റാണ്. ഇതിൽ നമുക്ക് 2 ഫ്രണ്ട് സീറ്റിലും കൂളിംഗ് എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ്, ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കത് ടു ആൻഡ് ഫ്രോ ഹൈറ്റ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ വണ്ടി ബ്രേക്ക് ചെയ്തപ്പം വാർണിംഗ് ആണ്. ഇതെല്ലാം അഡാസിൽ വരുന്ന ഫീച്ചേഴ്സാണ്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, പ്രാക്ടിക്കലി തന്നെ നമുക്ക് മനസ്സിലാവുകയാണത്. സ്റ്റിയറിംഗ് ആണ് ടെലിസ്കോപ്പിക്കലും ടിൽറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റർ വരുന്നുണ്ട്. ഇതെല്ലാം നല്ല പ്രാക്ടിക്കലാണ്, നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫ്രണ്ട് സീറ്റ് നല്ല സപ്പോർട്ടീവ് ആണ്. ഹെഡ് റെസ്റ്റ് നല്ല പൊസിഷനിലാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് റെസ്റ്റ് അടിപൊളിയാണ്. ചെറിയൊരു കാര്യം പറയുള്ളത്, തൈ സപ്പോർട്ട് അല്പം കൂടെ ആവാമായിരുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അത് കുറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ റൂമിനെസ് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ലോങ് ജേർണിയിൽ കുറച്ചുകൂടെ ഒരു അല്പം കൂടെ തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് എൻ്റെ അഭിപ്രായം. റിയർ സീറ്റും അത്യാവശ്യം നല്ലൊരു സീറ്റ് തന്നെയാണ്. അതിലേക്ക് പുറത്തേക്കുള്ള വ്യൂ എല്ലാം നല്ലതാണ്. പക്ഷേ കുറച്ച് ഹൈറ്റ് പറഞ്ഞ ആൾക്ക് ഈ സെല്ലിൽ കയറി നിൽക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റൂമിനെസ് നല്ലോണം തോന്നിക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, ഫുള്ളാക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. ബൂട്ട് സ്പേസ് ഞാൻ നേരത്തെ കാണിച്ചു. പിന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. ഇവിടെ ഒരു സ്പീക്കർ മേലെ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡിൻ്റെ മേലായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർന്ന് നല്ലൊരു സറൗണ്ട് സൗണ്ട് ഫീലുണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് അപ്ഗ്രഡേഷൻ തോന്നിയിട്ടുള്ളത് അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ ഫംഗ്ഷനിലാണെങ്കിൽ ഇതിലിപ്പോൾ 12 ലാംഗ്വേജ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വോയിസിലല്ല, നമുക്ക് ഗ്രാഫിക്സിൽ ലാംഗ്വേജുകൾ അതിൽ മലയാളം വരുന്നുണ്ട്.
ഇതിൻ്റെ പുറമെ 10 ലാംഗ്വേജ് നമുക്ക് വോയിസിൽ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിൻലി നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ചേർന്നിട്ടുള്ള ക്യാപ്ഷൻ വേർഡ്സിലെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള കുറേ ഡെവലപ്മെൻ്റ് ആണ്. ഞാനത് യൂസ് ചെയ്യാറില്ല, എനിക്കത് അത്ര വലിയൊരു എലമെൻ്റായി തോന്നാറില്ല. നമ്മളിങ്ങനെ ബട്ടൺ തന്നെ ഉപയോഗിച്ച് ശീലമുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ടവർക്ക്, അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് നല്ല എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഹലോ ബ്ലൂ ലിങ്ക്, ഓപ്പൺ സൺ റൂഫ്. പക്ഷെ ക്ലോസ് ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. കാരണം വോയിസ് വരുമ്പോൾ, പുറത്തുള്ള വോയിസ് വരുമ്പോൾ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആറില്ല. പക്ഷെ നമുക്ക് നോക്കാം. ക്ലോസ് സൺ റൂഫ്. സോ ദിസ് ദ തിങ്. ചില ലക്ഷറി ബ്രാൻഡിന് പോലും ഇല്ലാത്ത എഫിഷ്യൻസിയാണ് ഇപ്പോൾ ഹ്യുണ്ടായെല്ലാം കാഴ്ചവെക്കുന്നത്. ഇത് മൊത്തം ക്ലോസ് ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് സത്യം പറഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടികൾ, ചെറിയ വണ്ടികളാണ് ഉണ്ടാക്കുന്ന ഹ്യുണ്ടായെങ്കിൽ കൂടി ഫീച്ചർ വൈസ് ഹ്യുണ്ടായെല്ലാം വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ചില കാറുകളെല്ലാം ചിലപ്പം നമുക്ക് തോന്നും, എനിക്കതെല്ലാം തോന്നിയിട്ടുള്ളതാണ് പലപ്പോഴും, ഈ സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള ലക്ഷറി കാർസ് ചിലപ്പോൾ നമുക്ക് വാങ്ങണോ എന്ന് തോന്നിപ്പോകും. കാരണം സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ലക്ഷറി കാർ വാങ്ങുന്ന പല പർപ്പസ് ഉണ്ടാവും. നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, അത് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ഫീച്ചേഴ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് മാത്രമല്ല അതിൻ്റെ ഒരു എഫിഷ്യൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഇത്രയും ഒന്നും തന്നെ ചില സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ലക്ഷറി വെഹിക്കിൾസിന് ഇല്ല എന്നുള്ളതും വേറെ ഫൺ ഫാക്ടറാണ്. എനിവേ നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് 1.5 ലിറ്റർ ടർബോ പെട്രോളാണ്, 7 സ്പീഡ് DCT ആണ്. പക്ഷേ ഇന്നലെ ഞാൻ ഓടിച്ചിരുന്ന ഡീസലാണ്. ഡീസൽ തന്നെ 2 വേരിയൻസ് നമ്മൾ ഓടിച്ചു. ബേസിക്കലി ഫസ്റ്റ് ഓടിച്ചിരുന്നത് മാനുവൽ ആയിരുന്നു, 6 സ്പീഡ് മാനുവൽ. പിന്നെ നമ്മൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഓടിച്ചു. അത് ഞാൻ ഓടിക്കാൻ കാരണം വെച്ചാൽ അത് കുറേ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാറുള്ളത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസലിനെ കുറിച്ചിട്ടാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നമ്മളെ നാട്ടുകാർക്ക് ഇപ്പോഴും കൂടുതൽ ആവശ്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ഒരു സെഗ്മെൻ്റ് ആണെങ്കിലും ഇതിന് തൊട്ട് താഴെ സെഗ്മെൻറ്റിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ആവശ്യക്കാർ കൂടുതൽ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ 7 സ്പീഡ് DCT എന്തൂസിയാസിന് അടിപൊളി തന്നെയാണ്. ഭയങ്കര ഒരു പെർഫോമിംഗ് ആയിട്ടുള്ള എഞ്ചിനും കോമ്പിനേഷനാണ്. അത്യാവശ്യം ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ്, പെട്രോൾ ആണെങ്കിലും ഡീസലിൻ്റെ അത്ര 253 നമുക്ക് ടോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 160 PS പവറുണ്ട്. 7 സ്പീഡും DCT ആണ്. അതുകൊണ്ട് തന്നെ കിക്ക് ഷിഫ്റ്റിംഗ് കാര്യമെല്ലാം അടിപൊളി തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ നോക്കാം, നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആക്ച്വലി 3 ട്രാക്ഷൻ സെറ്റിംഗ് ഉണ്ട്. ട്രാക്ഷൻ സെറ്റിങ്ങിൽ ഒന്ന് വരുന്നത് സ്നോ, മഡ്, സാൻഡാണ്. പിന്നെ ഡ്രൈവിൽ ഇക്കോ, നോർമൽ, സ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പം നോർമലാണുള്ളത്. പക്ഷേ നോർമലുള്ള സ്ഥലം തന്നെയുള്ളൂ അമ്പലം വരെ. സ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കും. അത് ഇവിടെ ഫസ്റ്റ് തന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലാണ് മാറ്റം വരുന്നത്. ഞാൻ മെയിൻ റോഡ് എത്തിയിട്ട്, ഒരു ചെറിയ ടൗണാണ്, മെയിൻ റോഡ് എത്തിയിട്ട് ഇടാം. എനിവേ ആ ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഇസ് ഡിഫറെൻറ്റ്. നല്ലൊരു ഫീല് എന്തായാലും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതാ ഇപ്പം സ്പോർട്ട് മോഡായി. ഇതിപ്പോൾ ഞാൻ നോർമലി ഓടിച്ചാണ്, അതായത് പെഡൽ ഷിഫ്റ്ററോ കാര്യമൊന്നും ഇല്ലാതെ മോഡ് മാറ്റി ഓടിച്ചപ്പോൾ നല്ല ഡിഫറൻസ് ആണ്. അപ്പം ഇതാണ് നമുക്ക് ആ ഫീൽ കിട്ടുന്നത്. പെട്ടെന്നുള്ള ക്വിക്ക് ഷിഫ്റ്റ്, പെട്ടെന്ന് സെക്കൻഡിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് മെയിൻലി ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ടൗണിലേക്ക് എത്തുന്നതുകൊണ്ട് നോർമൽ മോഡിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഒരു എന്തൂസിയാസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ഏറ്റവും നല്ലൊരു പവർ ട്രെയിൻ ഈ 1.5 ടർബോ പെട്രോളും ഈ 7 സ്പീഡ് DCTൻ്റെ കോമ്പിനേഷനാണ്. കാരണം ക്വിക്ക് ഷിഫ്റ്റ്, ത്രോട്ടിൽ പവർ, നമുക്ക് ആ ഫീൽ കിട്ടൽ എല്ലാം തന്നെ വലിയ ഫാക്ടറാണ്. അത് നല്ലോണം വർക്ക് ചെയ്യേണ്ടതിൽ നമ്മളത് മുമ്പും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് എ പ്രൂവൺ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്. അവർ മുമ്പുണ്ടായിരുന്ന പോലത്തെ ഹാസൽസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. ബട്ട് ഓൺ ദ സെയിം ടൈം ഏറ്റവും അധികം ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസിക്കലി ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഭയങ്കര അധികം എൻക്വയറീസ്, അഭിപ്രായങ്ങളായിട്ട് ചോദിച്ചു വരാറുണ്ട്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനായി തോന്നി. ഈ ഒരു സെഗ്മെൻറ്റിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ വല്ലാണ്ട് വറി ചെയ്യേണ്ട കാര്യമില്ല. ഡീസൽ ബാൻ ചെയ്യും, നിർത്തി പോകുന്നു, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ ഈ വണ്ടിൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഓട്ടോ നല്ലൊരു കോമ്പിനേഷനാണ്.
പവർ കുറച്ച് കുറയുന്നുള്ളൂ, പക്ഷേ ടോക്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല ഇങ്ങനത്തെ സ്ട്രെയിറ്റ് റോഡൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ടോക്കാണ്. ആ ടോക്കിൽ മാക്സിമം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സൺറൂഫ് ക്ലോസ് ചെയ്ത് നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എൻജിൻ കോമ്പിനേഷൻ ആണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം ടോർക്ക് ലഭിക്കുന്നുണ്ട്, പവർ നമ്മളത് എൻജോയ് ചെയ്യാതെ പോകുന്നില്ല, അതിങ്ങനെ ലോങ് റൺ നമുക്ക് കിട്ടിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ പവറും അത്യാവശ്യം നല്ല മോശമില്ലാതെ ഒരു 116 PS പവർ ഉണ്ട്. 160 ആവില്ല എന്തായാലും, പക്ഷെ 160ക്കുള്ള സ്ഥലം നമുക്കില്ല എന്നുള്ള. ഈ രണ്ട് കഴിഞ്ഞാൽ പിന്നുള്ള മാനുവലാണ്. മാനുവലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള മാനുവലിൻ്റെ ഒരു പ്രത്യേകത. എനിവേ ഈ ഒരു 3 കോമ്പിനേഷനും സത്യം പറഞ്ഞാൽ ഇമ്പ്രസീവാണ് അതിൻ്റെതായ രീതിയിൽ. നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നതും ആവശ്യമുള്ളതും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ആ റിക്വയർമെൻറ്റും അനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ നല്ല വെൽ ട്യൂൺഡ് സസ്പെൻഷനാണ്. ബോഡിയുടെ റിജിഡിറ്റി അടിപൊളിയാണ്. ശരിക്കും നമുക്കിപ്പോൾ നേരത്തെ ഓഫ് റോഡെല്ലാം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു ബോഡി നല്ല സ്ട്രോങ്ലി ബിൽഡാണ്. അത് ഒരു റിജിഡായിട്ട് നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി പണ്ടത്തെ പോലെ ഒന്നുമില്ല, ശരിക്കും കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. സസ്പെൻഷൻ ഈസ് ഓൾസോ വെൽ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ വളരെ മല്ലാണ് എടുത്ത് പൊടി പാറായിരിക്കും, പക്ഷെ നമ്മളൊന്ന് കുറച്ച് സ്പീഡാക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കംഫർട്ടിനെ ബാധിക്കുന്ന രീതിയില്ല. സ്പീഡിൽ പോകുന്ന സമയത്തും ഇവിടെ എല്ലാം ഫാസ്റ്റ് ടേൺസ് ആണ്, പെട്ടെന്നുള്ള ടേൺ അല്ല, ഫാസ്റ്റ് ടേൺസ് ആണ്. നമുക്ക് സ്പീഡ് റീറ്റെയിൻ ചെയ്ത് ഓടിക്കുമ്പോഴും ബോഡി റോളില്ല, കൺട്രോൾഡ് ആണ്. എന്തൊക്കെ വെയിറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് ഷിഫ്റ്റിൽ അതെല്ലാം തന്നെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാലിബ്രേഷൻസ് സസ്പെൻഷന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പം നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ബ്രേക്കിംഗ് ആയിരുന്നു മുമ്പെല്ലാം ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അത് ക്രെറ്റലിൽ ഇമ്പ്രൂവ്ഡ് ആണ്. അതിപ്പോഴും ചെറിയൊരു സോഫ്റ്റ് സൈഡ് ഉണ്ടെങ്കിലും എഫക്റ്റീവ് ബ്രേക്കിംഗ് എന്തായാലും പുതിയ ക്രെറ്റയിൽ ലഭിക്കും. പിന്നെ സേഫ്റ്റി നോംസ് നോക്കണം, 6 എയർ ബാഗ്സ് എന്തായാലും സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ബോഡിയുടെ റിജിഡിറ്റി പല ഭാഗത്തും അവർ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും പല മിക്സ് ഓഫ് അലോയ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പം ഇങ്ങനത്തെ ഭാഗങ്ങളിലെല്ലാം സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ എല്ലാ സേഫ്റ്റി മെഷേഴ്സിനുള്ള ഇലക്ട്രോണിക് സപ്പോർട്ട്സും തരുന്നുണ്ട്. Again, reminded me of പെഡാസ് ആണെങ്കിലും ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഈ ഒരു ലെവൽ ഓഫ് പെഡാസ് കണ്ടിരുന്നത് കിയ സോണറ്റിലായിരുന്നു. അപ്പോൾ അത് ബേസിക്കലി ഈ ഒരു കമ്പനിയുടെ പാരൻറ്റ് കമ്പനി ഒന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡാസ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയെല്ലാം തന്നെ വെരി ഫ്ലോലെസ്, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈൻ കീപ്പിംഗ് ആണെങ്കിൽ പിന്നെ അതവിടെ വയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. വണ്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെല്ലാം വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും ഓരോ ബീപ്പും കാര്യങ്ങളും കേൾക്കുന്നതെല്ലാം വളരെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. So that's how they made it very perfect or flawless. അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ യു ഹാവ് വെരി ഗുഡ് പ്രോഡക്റ്റ് വിത്ത് ഫ്ലോലെസ് ഫീച്ചേഴ്സ്, അങ്ങനെ വേണം പറയാം. ഫ്ലോലെസ് ഫീച്ചേഴ്സ് എന്ന് പറയാം. കാരണം ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് വർക്ക് ചെയ്യാത്ത പല ബ്രാൻഡുകളും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അത് നമുക്ക് പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല മറ്റത് ഇതെല്ലാം ഗ്ലിച്ചസ് ഉണ്ട്, സോ ഡോണ്ട് റിവ്യൂ എന്നെല്ലാം പറയും. അതൊന്നുമില്ല. അത് നമുക്ക് പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാറുണ്ട് അതിൻ്റെ കുഴപ്പങ്ങൾ. അപ്പം അങ്ങനെ ഒന്നുമില്ല, ഉള്ളതെല്ലാം തന്നെ നല്ല ഫ്ലോലെസ് ആണ്. ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന വണ്ടി വിൽക്കുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അത് ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അത് എത്രത്തോളം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ്. കാരണം ഇത് നമ്മൾ പലപ്പോഴും അനുഭവിക്കാറില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി വാങ്ങുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളെ സർക്കിളിലുള്ള ആൾക്കാർ വണ്ടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കംപ്ലയിൻസിനും നമ്മളായിരിക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓരോ ബ്രാൻഡിൽ ലഭിക്കുന്നുണ്ടെന്ന്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, ഫ്ലോലെസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വേണ്ടതെന്നുള്ളത്. സോ റൈറ്റ് നൗ എനിക്ക് പ്രൈസ് അറിയില്ല. പ്രൈസ് ഇപ്പോൾ 16-ാം തീയതി, അതായത് ആക്ച്വലി ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇന്നലെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ടാവും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വെച്ച് ഇവരും നല്ല അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യും. എന്തായാലും നിങ്ങൾക്കിത് വണ്ടി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഷോറൂമിൽ പോയി വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. ലൈസൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സാണ്, പോയി ടെസ്റ്റും ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള യൂസ് ആയിരിക്കും. അപ്പം അഭിപ്രായങ്ങൾ മാറാം. ഞങ്ങൾ ഒരു റിവ്യൂ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആ റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതും ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് എനിക്ക് ഇമ്പ്രസീവാണ്, മാറ്റങ്ങൾ ഇമ്പ്രസീവാണ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഇമ്പ്രസീവാണ്. ബിൽഡ് ഇസ് അഗെയിൻ വെരി ഗുഡ് ബിൽഡ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യാം. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.